ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി. സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ, പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിലൊന്നായ സ്വച്ഛ് സർവേഷനിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് വടക്കാഞ്ചേരി നഗരസഭ. സംസ്ഥാന തലത്തിൽ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ മീഡിയം സിറ്റി കാറ്റഗറിയിൽ 3ാം റാങ്കും ദേശീയ തലത്തിൽ 131ാം സ്ഥാനവും കരസ്ഥമാക്കി വൻ കുതിപ്പാണ് നഗരസഭ കാഴ്ചവെച്ചത്. മാലിന്യ സംസ്കരണ ശുചിത്വ രംഗത്ത് നഗരസഭ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് 2023 സംസ്ഥാന തലത്തിലെ 23ാം റാങ്കിൽ നിന്നും 3ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നത്. ദേശീയ തലത്തിൽ 4852ഓളം നഗരസഭകളിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള 131ാമത് നഗരസഭയായി മാറി അഭിമാനാർഹമായ പദവിയിലേക്കാണ് നഗരസഭ എത്തിച്ചേർന്നത്. കഴിഞ്ഞ വർഷം ദേശീയ തലത്തിൽ 2362ാം റാങ്കാണ് നഗരസഭ കരസ്ഥമാക്കിയിരുന്നത്. ODF+ പദവി നിലനിർത്തി GFC 1 സ്റ്റാർ പട്ടികയിലും നഗരസഭ ഇടം നേടി. നഗരസഭയ്ക്ക് കീഴിലുള്ള പൊതു ഇടങ്ങളിലെ ചുമരുകൾ മാലിന്യത്തിനെതിരെയുള്ള സന്ദേശങ്ങളാലും മനോഹര ചിത്രങ്ങളാലും നിറഞ്ഞിരുന്നു. വാർഡ് തോറും സ്നേഹാരാമമൊരുക്കി മാലിന്യങ്ങൾ നിറഞ്ഞ ഇടങ്ങളെ പൂങ്കാവനമാക്കി മാറ്റാനും നഗരസഭയ്ക്ക് കഴിഞ്ഞു. നഗരസഭയിലെ കുറാഞ്ചേരിയിൽ മനോഹരമായ സ്വച്ഛ് പൂന്തോട്ടവും വാട്ടർ ഫൗണ്ടനും ഒരുക്കിയിട്ടുണ്ട്. സ്വച്ഛ് സർവേക്ഷനോടനുബന്ധിച്ച് നഗരസഭ ഒരുക്കിയ വേസ്റ്റ് ടു ആർട്ട് മുഖ്യ ആകർഷണമായി. പരിസ്ഥിതിയെ മാലിന്യമുക്തമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ശുചിത്വ സൈന്യമായ ഹരിതകർമ്മസേന മാലിന്യത്തിൽ നിന്നും ഭൂമിയെ താങ്ങി നിർത്തുന്നതായിരുന്നു വേസ്റ്റ് ടു ആർട്ടിന്റെ തീം. കൂടാതെ പാഴ്വസ്തുക്കളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിലും നഗരസഭ മികവ് തെളിയിച്ചു. വിജയത്തിന്റെ 3 ആണ്ടുകൾ പിന്നിട്ട നഗരസഭയുടെ അഭിമാന പദ്ധതിയായ SC വനിതാ സംരംഭമായ കൈമാറ്റക്കടയും സ്വച്ഛ് സർവേക്ഷൻ പ്രവർത്തനത്തിൽ നഗരസഭയ്ക്ക് മുതൽക്കൂട്ടായി. ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന തുണികൾ ഉപയോഗിച്ച് ചവിട്ടി, തുണിസഞ്ചി എന്നിവ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചു. പകരം തുണിസഞ്ചിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നഗരസഭ കുമ്പളങ്ങാട് ബയോമൈനിംഗ് പ്രവർത്തനം, ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ്, ജൈവമാലിന്യം ജൈവവളമാക്കി മാറ്റുന്ന പ്രക്രിയ തുടങ്ങിയ പ്രവർത്തനങ്ങളിലും മികവ് പുലർത്താൻ നഗരസഭയ്ക്ക് സാധിച്ചു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ അറിയുന്നതിന് സർക്കാർ ഏർപ്പെടുത്തിയ ഹരിതമിത്രം ആപ്പിന്റെ പ്രവർത്തനവും നഗരസഭയിൽ കാര്യക്ഷമമാണ്. നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിതമിത്രം ആപ്പിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ സംബന്ധിച്ചും അതിന്റെ പ്രവർത്തന രീതിയെപ്പറ്റിയും ആവശ്യമായ ട്രെയിനിംഗ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകിയിരുന്നു. സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായി RRR സെന്ററിലേക്ക് ഉപയോഗപ്രദമായ വസ്ത്രങ്ങൾ ശേഖരിച്ചും കൈമാറിയും നഗരസഭ മാതൃക തീർത്തു. വിവിധ ക്ലബ്ബുകളും സംഘടനകളും ഈ പദ്ധതിയുടെ ഭാഗമായി. നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കലാസാഹിത്യ മത്സരങ്ങളും സംഘടിപ്പിച്ചു. എല്ലാ വിദ്യാലയങ്ങളിലും സ്വച്ഛ് സർവേക്ഷൻ സന്ദേശം എത്തിക്കാനും നഗരസഭയ്ക്കായി. നഗരസഭയിലെ വിവിധയിടങ്ങളിലായി 100 ബോട്ടിൽ ബൂത്ത്, 60 കരിയില കമ്പോസ്റ്റ്, 40 ടിൻ ബിൻ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരസഭയിലെ 41 ഡിവിഷനുകളിലും മിനി MCF സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജലാശയങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അവയുടെ നീരൊഴുക്ക് സുഗമമാക്കുവാനും സാധിച്ചു. നഗരസഭയ്ക്ക് കീഴിലുള്ള പൊതു ശൗചാലയങ്ങൾ ശുചീകരിച്ച് ദിശാബോർഡുകളും സ്ഥാപിച്ചു. ചിത്രശലഭങ്ങളുടെ വർണ്ണച്ചെറുകുകളാൽ തീർത്ത മനോഹര സെൽഫി പോയിന്റും ഒരുക്കിയിരുന്നു. സ്വച്ഛ് സർവേക്ഷണ ജില്ലയിൽ ആദ്യമായി തീം സോങ് ഒരുക്കിയും വടക്കാഞ്ചേരി നഗരസഭ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഈ നഗരം സുന്ദരം, നേരുള്ളൊരു നഗരം എന്ന അരുൺ ഭൂമിയുടെ മനോഹരമായ വരികൾക്ക് വിനീഷ് മണി സംഗീതം നൽകി. മൻസൂർ ഫാമിയാണ് ഗാനം ആലപിച്ചത്. നഗരസഭയുടെ ശുചിത്വ പ്രവർത്തനങ്ങളും ഹരിതകർമ്മസേനയുടെ മികവും പാട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. സ്വച്ഛ് സർവേക്ഷൻ സമാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭ നടത്തിയ വാഹന പ്രചരണ റാലിയും ശ്രദ്ധേയമായിരുന്നു. സ്വച്ഛ് സർവേക്ഷൻ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കൊടിതോരണങ്ങളോടെ 50ഓളം വാഹനങ്ങൾ റാലിയുടെ ഭാഗമായി. നഗരസഭയിലെ വിവിധ മാലിന്യ സംസ്കരണ ഉപാധികളായ ഇല കമ്പോസ്റ്റ്, ബോട്ടിൽ ബൂത്ത്, ബയോ ബിൻ, ബയോഗ്യാസ് പ്ലാന്റ്, റിംഗ് കമ്പോസ്റ്റ്, ടിൻ ബിൻ, ഫോഗിംഗ് മെഷീൻ തുടങ്ങിയവ വാഹനങ്ങളിൽ പ്രദർശിപ്പിച്ച് നടത്തിയ റാലിയും ഏറെ ജനശ്രദ്ധ നേടി. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.